പരിസ്ഥിതി ദുർബല പ്രദേശവുമായി ബന്ധപ്പെട്ട അന്തിമ വിജ്ഞാപനം ഉടൻ പുറത്തുവരാനിരിക്കെ പശ്ചിമഘട്ട മേഖലയിലെ താമസക്കാരുടെ ആശങ്ക പങ്കുവച്ച് റിപ്പോർട്ടർ ലൈവ് എത്താൻ. പശ്ചിമഘട്ട മേഖലയിലെ താമസക്കാരെ കാണിക്കാതെ സമർപ്പിച്ചിരിക്കുന്ന മാപ്പിലൂടെ ജനങ്ങളെ ആകെ കുടിയൊഴിപ്പിക്കാനാണ് സർക്കാർ നീക്കമെന്ന് ലൈവത്തണിലൂടെ ജനങ്ങളും പ്രതികരിച്ചു. അതേസമയം മലയോര കർഷകരുടെ കൃഷിക്കോ ജനവാസ മേഖലയ്ക്കോ കോട്ടം തട്ടാത്ത വിധമുള്ള റിപ്പോർട്ടാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്നതെന്നും ആശങ്ക വേണ്ടെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ മറുപടി നൽകി. പശ്ചിമഘട്ടത്തിന്റെ ഓരം ചേർന്ന് ജീവിക്കുന്ന മലയോര കർഷകരുടെ ആശങ്കയാണ് ഇന്ന് റിപ്പോർട്ടർ TV പ്രത്യേക ലൈവത്തോണിലൂടെ പൊതുസമക്ഷം എത്തിച്ചത്. ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കി അന്തിമ മാപ്പ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചുവെന്ന് അവകാശപ്പെടുമ്പോൾ മാപ്പ് എവിടെയെന്ന് കർഷകരും ചോദിക്കുന്നു. നമ്മുടെ അറിവിൽ അങ്ങനെ ഒരു മാപ്പ് ഈ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന മാപ്പ് എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ രഞ്ജിത്ത്? പുതിയ മാപ്പല്ല, അത് നേരത്തെ ഉണ്ടായിരുന്ന മാപ്പ് തന്നെയാണ്. ആ മാപ്പ് സെപ്റ്റംബർ 2-ാം തീയതി ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ആ മാപ്പിനെതിരെ പ്രതിഷേധമുണ്ടായപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടൊരു വാർത്താക്കുറിപ്പ് ഇറക്കി. ഇതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ മാപ്പ് പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ മാപ്പ് കാണണമെന്നും മാപ്പിൽ ഉൾപ്പെട്ട കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രതിനിധികൾ. ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ട മാപ്പ് കാലാവസ്ഥാ വകുപ്പിന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഏകവന പദ്ധതി നടപ്പിലാക്കി ജനങ്ങളെ ഒഴിപ്പിക്കാനാണ് സർക്കാരിന്റെ വ്യാമോഹമെന്ന് കോന്നിയിലെ തുലാപ്പള്ളി നിവാസികളും പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കുന്ന ജിയോ കോർഡിനേഷൻ മാപ്പ് ആദ്യം പ്രസിദ്ധീകരിക്കണം. ഈ ഏകവനം പദ്ധതി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ എതിർപ്പാണ്. അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ജനവാസ മേഖലകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഏകവനം പദ്ധതി ഉപേക്ഷിക്കണം. സർക്കാർ ജനവാസ മേഖല പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതിയായ ആശങ്കയാണെന്നും വിഷയം മുഖ്യമന്ത്രിയോട് പങ്കുവച്ചെന്നും പാവപ്പെട്ട കർഷകരോട് സർക്കാർ നീതി പുലർത്തണമെന്നും താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ ഞങ്ങളുടെ ആശങ്കകൾ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അത് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റിൽ ഈ മാപ്പ് ഇടണം. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു കുടുംബമെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് ഞങ്ങളോട് ചെയ്യേണ്ട നീതിയാ, പാവപ്പെട്ട കർഷകരോട് ഞങ്ങൾ ഉണ്ടാകേണ്ട നീതിയാ സർക്കാരിൻ്റെത്. നിലവിലെ മാപ്പ് വ്യക്തമല്ലെന്നും ഗ്രാമസഭകളും പഞ്ചായത്തുകളും ചേർന്നെടുത്ത പ്രപ്പോസലാണ് കേന്ദ്രത്തിന് നൽകേണ്ടതെന്നും MK രാഘവൻ MP. ഈ മാപ്പിന്റെ അടുത്ത് ഈ ഗ്രാമസഭകളും പഞ്ചായത്തുകളും ചേർന്ന് ചർച്ച നടത്തി തയ്യാറാക്കിയ ഈ പ്രപ്പോസലുകളാണ് കേന്ദ്രത്തിന് കൊടുക്കേണ്ടത്. ബഫർ സോൺ വിഷയത്തിൽ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇടതുപക്ഷം മലയോര മേഖലയിലെ ജനങ്ങൾക്കൊപ്പമാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. മലയോര മേഖലയിലെ കൃഷിക്കാരുടെ ജീവിത പ്രശ്നങ്ങളിൽ അങ്ങേയറ്റം താല്പര്യമുള്ളവരാണ്. അതിലും ആശങ്ക വേണ്ട, ആശങ്കപ്പെടുത്തരുത്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.